ഉണ്ടാകും. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഒരു യുവാവ് ഈ സദസ്സിലേക്ക് കടന്നു വരും, അയാൾ സ്വർഗത്തിലാണ്. സഹാബത്തിന് വളരെ അവർ ആകാംക്ഷഭരിതരായി നിൽക്കുകയാണ്, അത്ഭുത പരതന്ത്രരായി. ചെറുപ്പക്കാരൻ കടന്നു വന്നു. തലേന്ന് പറഞ്ഞതുപോലെ തന്നെ അയാൾ ഇരുന്നു, 2 റക്അത്ത് നിസ്കരിച്ച് തിരിച്ചുപോയി. 3-ാമത്തെ ദിവസം ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ വരുന്നുണ്ട്, അയാൾ സ്വർഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസവും സ്വർഗത്തിലാണെന്നൊരു യുവാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തആല ചിന്തിക്കുകയാണ്, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതല്ലേ സ്വർഗത്തിലെന്ന്. അപ്പൊ ആ യുവാവിന് എന്തെങ്കിലും തന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ടാകും, അതൊന്നും മനസ്സിലാക്കണമെന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല കൊതിച്ചു. മഹാനവർകൾ ആ ചെറുപ്പക്കാരനോട് പിറ്റേന്ന് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിലേക്ക് ഞാനൊന്ന് വരട്ടെയോ? നീ എന്നെ ഒന്ന് വിരുന്ന് സൽക്കരിക്കുമോ? ആ ചെറുപ്പക്കാരൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിരുന്ന് സൽക്കരിച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പ്രത്യേകമായ അമൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 2-ാമത്തെ ദിവസവും ഈ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് അംർ ഇബ്നുൽ ആസ് ചെന്നിട്ട് പറഞ്ഞു, ഇന്നും എന്നെ വിരുന്ന് സൽക്കരിക്കുമോ? 2-ാമത്തെ ദിവസവും കൊണ്ടുപോയി, ഒരു പ്രത്യേകതയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 3-ാമത്തെ ദിവസവും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ചെന്നു. ആ ചെറുപ്പക്കാരൻ കൊണ്ടുപോയി, ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല ചെന്നിട്ട് പറയുന്നു, ചെറുപ്പക്കാരാ, 3 ദിവസവും ഞാൻ നിന്റെ വീട്ടിലേക്ക് നിന്റെ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി വന്നത്, എന്റെ വീട്ടിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിലല്ല. പിന്നെ എന്തേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ കാരണം? നിന്നെ സംബന്ധിച്ച് 3 ദിവസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന ഇബാദത്ത് അമല് നിന്റെ കൂടെയുണ്ടാകും. അതൊന്ന് പഠിക്കാൻ, അതൊന്ന് മനസ്സിലാക്കാൻ, എന്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ആ യുവാവിനോട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, 3 ദിവസവും വിരുന്നുകാരനായി എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കൂടുതൽ അമൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. എന്നാൽ ഇങ്ങനെയാണ് എന്റെ ജീവിതം, ഞാൻ ഫർളൊക്കെ ചെയ്യാറുണ്ട്, ഒരൽപ്പം സുന്നത്തും ചെയ്യാറുണ്ട്, കൂടുതലൊന്നും എന്റെ ജീവിതത്തിൽ ഇബാദത്തുകളില്ല. അപ്പൊ അംർ ഇബ്നുൽ ആസ് ചോദിക്കുന്നു, നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? എന്തെങ്കിലും ഒരു പ്രത്യേകത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ അംർ ഇബ്നുൽ ആസിയോട് ചെറുപ്പക്കാരൻ പറഞ്ഞത് കാണാം. മഹാനായ ഇമാം ഗസാലി തന്റെ കിതാബിൽ വിവരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൻ പറയുന്നു, ഇന്നേ വരെ, ഈ ഡേറ്റ് വരെ, ഈ സമയം വരെ എനിക്കൊരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല. എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ല നിലയിൽ ജീവിക്കണം എന്ന ചിന്തയല്ലാതെ, എല്ലാവരും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വരണമെന്നുള്ള ചിന്തയല്ലാതെ എന്റെ മനസ്സിൽ ഒരാളോടും ഇന്ന് വരെ വെറുപ്പില്ല. അങ്ങനെയാണ് ഞാൻ ജീവിക്കാറ് എന്ന് പറഞ്ഞപ്പോ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല പറഞ്ഞു, ചെറുപ്പക്കാരാ, വെറുതെയല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം, എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം എന്നോടും നിങ്ങളോടും എനിക്ക് ഉണർത്താനുള്ളത്, നമ്മളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരം ഒന്ന് നന്നാക്കണം, ഒന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് നമ്മൾ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ആ ഇബാദത്തിനൊരു മധുരിമയുണ്ട്, ഒരു മധുരമുണ്ട്, അതിനൊരു ലദ്ദത്തുണ്ട്, ഒരു രസമുണ്ട്. അല്ലാത്ത കാലത്തോളം
നമുക്ക് ഇബാദത്തിനൊരു രസമുണ്ടാവുകയില്ല എന്നത് പ്രത്യേകം നമ്മൾ പരാമർശിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. എന്റെ സഹോദരങ്ങളെ, റമളാനാ വരുന്നത്. മിണ്ടാത്ത ആളുകൾ ഒന്ന് മിണ്ടണം, വൈരാഗ്യമുള്ള ആളുകൾ അതൊക്കെ ഒന്ന് മാറ്റണം, മനസ്സൊന്ന് നന്നാക്കണം. മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് ആർക്കും കയറി വരാനുള്ള ഒരു പാത ഒരുക്കണം, ഒരു വഴി ഒരുക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാതെ എന്ത് തന്നെ തലകുത്തി മറിഞ്ഞാലും അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ അമൽ സ്വീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ അമല് കുറവാണെങ്കിലും നമ്മുടെ ഖൽബ് നന്നായാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു തആല കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിലെ നേതാവല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖൽബ് വളരെ നല്ല ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ വലിയ നേതാവുമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഖൽബ് നന്നാക്കി ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിലേക്ക് അടുക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബറാഅത്ത് രാവാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ബറാഅത്ത് രാവിന്റെ പുണ്യമൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഖൽബൊക്കെ നന്നാക്കി നല്ല റാഹത്തായിരിക്കണം. എന്നാൽ മാത്രമേ ബറാഅത്ത് രാവിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. മിണ്ടാത്ത ആളുകൾക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യമില്ല. മാതാപിതാക്കൾ വെറുപ്പിക്കുന്നവർക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യമില്ല. കള്ളുകൂടി പതിവാക്കുന്ന ആളുകൾക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യമില്ല. പുത്തനാശയത്തിൽ പങ്കെടുത്ത ആളുകൾ അഥവാ പുത്തനാശയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യമില്ല എന്ന് കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ശ്രദ്ധിക്കണം. കബീറത്തുകളിൽ നിന്നൊക്കെ മാറി, വൻകുറ്റങ്ങളിൽ നിന്ന് മാറി, ചെറുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം